ഹലോ ഗൈസ്, ഇത് അടഞ്ഞ് കിടക്കുന്ന കാലാവസ്ഥ. ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുട്ട വിഴുങ്ങിയപ്പോൾ പൊട്ടിപ്പോയി ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇച്ചിരി ഈത്തപ്പഴവും ഇച്ചിരി മുന്തിരിങ്ങയും പിന്നെ ഇച്ചിരി ചോറും, ബാക്കി മസാലകളെല്ലാം ഇതിൽ കിടന്നിങ്ങനെ. ഇതിനകത്ത് കുറച്ച് മുന്തിരിങ്ങ, സവാളയും മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും പട്ടയുടെ പൊടിയും ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, കറിവേപ്പില കുറച്ചേ ഉള്ളായിരുന്നു. ഉപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കിയതാണ് ഗൈസ്. ഇതാണ്ട, ഞാനിന്ന് കറിച്ചട്ടിയില്ല ബിരിയാണി ഉണ്ടാക്കുന്നത്, ചട്ടി ബിരിയാണി. അതെല്ലാം കൂടി ഇട്ട് സെറ്റാക്കി മറിക്കും ഗൈസ്. കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു ചട്ടിയിൽ ബിരിയാണി വെച്ചാൽ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി ഈത്തപ്പഴം ഇട്ട്, ഈത്തപ്പഴം ഇങ്ങനെ അരക്ക് പോലെ ഇരിക്കുന്നു. ഇത് ഓൾറെഡി മുന്തിരി ഇട്ടതാണ്. ഇച്ചിരി മധുരമൊക്കെ ഇട്ടിട്ട് ഗൈസ്. അണ്ടിപ്പരിപ്പ് കൂടി. ഡാഡി ഇച്ചിരി കറിവേപ്പില ഇങ്ങ് വരച്ചുകൊണ്ട് വരുമോ? ഈ ചോറിൽ ഇച്ചിരി കറിവേപ്പിലയുടെ കുറവുണ്ട്. ഇന്ന് ചട്ടിയിലാണ് ബിരിയാണി വെച്ചേക്കുന്നത്. കുറച്ച് മതി ഗൈസ്, ഒരുപാട്. ഇതിൻ്റെ അടിയിൽ കുറേ ഈത്തപ്പഴമുണ്ട്. ഇതിനെ മുട്ടയൊക്കെ വെച്ചങ്ങ് സെറ്റ് ചെയ്യും. കഴിക്കാൻ നേരത്ത് മാത്രമേ നമ്മൾ ഇതിനെ ഇളക്കി അങ്ങ് മറിക്കും. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചാൽ അഴി ഒഴിക്കില്ല. ഡാഡി കറിവേപ്പില. ഡാഡി ഏതോ തിരക്കിലാണ് ഗൈസ്. ഞാൻ പോയി കറിവേപ്പില എടുക്കട്ടെ ഗൈസ്. ഇപ്പം ഞാൻ അടയ്ക്കും ഗൈസ്. അങ്ങനെ ഗൈസ്, കറിച്ചട്ടിയിൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് നമ്മുടെ ഇളക്കി ഇന്ന് സെറ്റാക്കി. അത് ഇതാ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനെ അന്നേരം ഇതിൻ്റെ അരപ്പിക്ക് വരും. ദമ്മിടില്ലേ, ദമ്മിടുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ മൺചട്ടി എന്ന് പറയുന്ന ഒരു ചട്ടിയാണ് ഗൈസ്. ഇത് നമ്മളൊന്നും വിചാരിക്കുന്നതാണതല്ല ഗൈസ്. ഇത് സെറ്റ് വിളിക്കണം. ഇതിനകത്ത് കോഴിയെയും ബീഫിനെയൊക്കെ ഈ മൺചട്ടിക്കകത്തിട്ട് വേവിച്ച് സെറ്റാക്കിയിട്ട് ഈ ബിരിയാണി റൈസ്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഈത്തപ്പഴവും എല്ലാം കൂടെ മൂപ്പിച്ചങ്ങ് ഇട്ടാൽ മതി ഗൈസ്. അയ്യോ ഭയങ്കര ടേസ്റ്റാണ്. നെയ്യ് ഒഴിക്കണം. ഇവിടെ നെയ്ക്ക് വരും വെളിച്ചെണ്ണയാണ് ഗൈസ്. നല്ല ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഗൈസ് അരപ്പ്. അപ്പം ഇതിനകത്ത് നല്ല ചോറ. നിങ്ങൾ വിചാരിക്കുന്നതാണ് കരിയും കുഴിയൊന്നും പൊടിയത്തൊന്നുമില്ല ഗൈസ്. ഇതിനകത്തേ മഞ്ഞപ്പൊടി കുറച്ചിട്ടത്, അതുകൊണ്ടാണ് കളറില്ലാത്തത്. അങ്ങനെ നമ്മളിത് ഇളക്കി മറിക്കുക. അത് കഴിച്ചാൽ മതിയോ? വാവ് 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 വാവ്. അങ്ങനെ നമ്മൾ 2-3 കരിയാപ്പലയൊക്കെ ഇട്ട് അലങ്കരിച്ച് നമ്മുടെ ചട്ടി ബിരിയാണി എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? നിങ്ങളുണ്ടാക്കി നോക്കൂ, ഈസിയാണ് കേട്ടോ. കഴിക്കാൻ നേരത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. ബാക്കി മീറ്റൊക്കെ ആണെങ്കിൽ വേവിച്ച് മസാലയൊക്കെ ഇട്ട് വേവിച്ച് സെറ്റാക്കിയിട്ട് അരിയും കുതിർത്ത വേവിച്ചൊക്കെ വെച്ചിട്ട് അങ്ങ് സെറ്റാക്കിയാൽ മതി ഗൈസ്. ബൈ കേട്ടോ.